സെപ്റ്റംബർ 1 തിങ്കളാഴ്ച. ലൂക്ക 4:16 മുതൽ 30 വരെ വാക്യങ്ങൾ. ഈ ആഴ്ച മുതൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിനുള്ള വായനയാണ് സുവിശേഷത്തിൽ കേൾക്കുന്നത്. സഭാവർഷത്തിൻ്റെ അവസാനം വരെ ലൂക്കായുടെ സുവിശേഷമായിരിക്കും. ഇന്ന് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് സുവിശേഷം എടുത്തു കാണിക്കുന്നു. യോഹന്നാൻ്റെ സ്നാനമേറ്റ ശേഷം യേശു ആത്മാവിൻ്റെ ശക്തിയിൽ ഗലീലിലേക്ക് മടങ്ങി. നമുക്കറിയാവുന്നതുപോലെ ഗലീലി പലസ്തീനിൻ്റെ വടക്കൻ പ്രവിശ്യയും യേശുവിൻ്റെ മാതൃരാജ്യവുമാണ്. ഇതിനകം തന്നെ ആളുകൾ അവനെക്കുറിച്ച് എല്ലായിടത്തും സംസാരിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ വായനയിൽ യേശു ഗലീലയിലെ ചെറിയ പട്ടണമായ നസ്രത്തിൽ അവിടുത്തെ സിനഗോഗിൽ ഒരു സാബത്ത് ദിവസം തിരുവെഴുത്ത് വായിക്കുന്നതാണ്. അവൻ വായിച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നു. യേശു വായിക്കുന്ന ഭാഗം അർത്ഥപൂർണമാണ്. യേശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകത്തിൽ നിന്നാണത്. ഈ സന്ദേശം യേശുവിൻ്റെ ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കാവുന്നതാണ്. ആ സിനഗോഗ് മുഴുവൻ പരിചിതമായ മുഖങ്ങളാൽ നിറഞ്ഞിരുന്നു. സുഹൃത്തുക്കളും കുടുംബത്തിലുള്ളവരും അയൽക്കാരും ഒക്കെയാണ് യേശുവിനെ കുട്ടിക്കാലം മുതൽ അറിയുന്നവരാണ്. യേശു തിരുവെഴുത്ത് വായിക്കുമ്പോൾ അന്തരീക്ഷം ആകാംക്ഷയാൽ നിറഞ്ഞിരുന്നു. ദരിദ്രർക്ക് സുവിശേഷം എത്തിക്കാനും തടവുകാർക്ക് സ്വാതന്ത്ര്യം നൽകാനും അന്ധർക്ക് കാഴ്ച നൽകാനും കർത്താവിൻ്റെ ആത്മാവ് തൻ്റെ മേലുണ്ടെന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുന്നു. ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുക എന്ന തൻ്റെ ദൗത്യത്തെ ഊന്നിപ്പറയുന്നതിലൂടെ സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് പ്രത്യാശയും രക്ഷയും നൽകാനുള്ള തൻ്റെ ഉദ്ദേശ്യത്തെ യേശു എടുത്തു കാണിക്കുന്നു. കർത്താവിൻ്റെ കൃപയുടെ വർഷം എന്ന പരാമർശം ജൂബിലി വർഷത്തെ സൂചിപ്പിക്കുന്നു. ഇത് വിമോചനത്തിൻ്റെയും പുനഃസ്ഥാപനത്തിൻ്റെയും സമയത്തെ കാണിക്കുന്നു. യേശുവിൻ്റെ വീണ്ടെടുപ്പിൻ്റെയും നവീകരണത്തിൻ്റെയും ദൗത്യത്തെ കൂടുതൽ ഇത് അടിവരയിടുന്നു. ഈ വാക്യങ്ങൾ പ്രധാനമായും കാരുണ്യത്തിലും നീതിയിലും തകർന്നവരുടെ പുനഃസ്ഥാപനത്തിലും വേരൂന്നിയ യേശുവിൻ്റെ ശുശ്രൂഷയുടെ സത്ത ഉൾക്കൊള്ളുന്നു. ആദ്യം ആളുകൾ അവൻ്റെ വാക്കുകളിൽ അത്ഭുതപ്പെടുകയും അവനെ പ്രശംസിക്കുകയും ചെയ്യുന്നു. എന്നാൽ താമസിയാതെ അവരുടെ ആ പ്രശംസയും ആരാധനയും സംശയത്തിലേക്കും അവിശ്വാസത്തിലേക്കും മാറുന്നു. വെറും മരപ്പണിക്കാരനായ ജോസഫിൻ്റെ മകൻ ഇത്തരം മഹത്തായ പ്രവചനങ്ങളുടെ നിവൃത്തിയാകുന്നത് എങ്ങനെയെന്ന് അവർ ചോദ്യം ചെയ്യുന്നു. അവരുടെ സംശയം കോപമായി മാറുന്നു. യേശുവിനെ ഒരു മലഞ്ചെരിവിൽ നിന്ന് താഴേക്ക് എറിയാൻ ഉദ്ദേശിച്ച് അവർ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുന്നു. തൻ്റെ ശുശ്രൂഷയിൽ യേശു നേരിട്ട വെല്ലുവിളികളുടെ ഒരു ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തലാണ് നസ്രത്തിലെ ഈ രംഗം. അവനെ ഏറ്റവും നന്നായി അറിയാവുന്നവർക്കിടയിൽ പോലും യേശു തിരസ്കരിക്കപ്പെടുന്നു. ഭൂമിയിൽ തൻ്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ യേശു നേരിട്ട തിരസ്കരണത്തിൻ്റെയും എതിർപ്പിൻ്റെയും ശക്തമായ ഒരു ഉദാഹരണമായി ഇത് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, മുൻവിധികളില്ലാതെ യേശുവിൻ്റെ പ്രത്യാശയുടെയും വിമോചനത്തിൻ്റെയും ദൗത്യം സ്വീകരിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. യേശുവിൻ്റെ സന്ദേശത്തുള്ള നമ്മുടെ സ്വന്തം പ്രതികരണങ്ങൾ പരിശോധിക്കാൻ ഈ വിവരണം നമ്മെ വെല്ലുവിളിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR
ഫ്രം കേരള.